ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലീനിങ് വീഡിയോ തന്നെയാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ ക്ലീനിങ് വീഡിയോ വേണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നമ്മുടെ ക്ലീനിങ്ങിലേക്ക് വന്നത്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂം ക്ലീൻ ആക്കുന്നത് തന്നെയാണ്. അപ്പം നമ്മൾ കട്ടിലൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ക്ലീൻ ആക്കുന്നത്. അപ്പം ഞങ്ങൾ കുറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ വേസ്റ്റും എല്ലാം തക്കുട്ടൻ്റെ പരിപാടിയാണ്. പേപ്പർ, ബുക്ക്, എല്ലാ സാധനങ്ങളും അവൻ കട്ടിലിനടിയിലേക്ക് വലിച്ചെറിയും. ആ സാധനങ്ങളുള്ളത് മുഴുവനും ഉള്ള പേപ്പർ, കവർ എല്ലാം അവൻ വലിച്ചു വാരി അതിൻ്റെ അടിയിലിട്ടിട്ടുണ്ട്. അപ്പം അത് ഫുള്ള് നമ്മുടെ കട്ടിലിൻ്റെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ കട്ടിലെടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചാണ് എന്താണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് പൊതുവേ നമ്മുടെ ഫോണിന് പിന്നെ മുറിക്കകത്ത് വെട്ടവും കുറവായതുകൊണ്ട് അങ്ങനെയൊക്കെ ക്ലിയർ കിട്ടത്തുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നല്ല പൊടിയും മണ്ണും ഒക്കെ ഉണ്ട് അതിൽ. അപ്പം സത്യം പറഞ്ഞെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചാൽ മതിയെന്നായിരുന്നു എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പ്രശ്നമുണ്ടായി. പൊടിയും ഇതൊക്കെ കയറിയിട്ട് എനിക്ക് ശരിക്കും നല്ല രീതിയിൽ പനിയായി. ഇതടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ദിവസം കിടപ്പിലായിപ്പോയി. അങ്ങനെയുള്ള സീനായിപ്പോയി. അപ്പം അത് കാരണം ഞാൻ തോർത്ത് നനച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് എത്ര നമ്മളിതാണെങ്കിലും ഇത് നല്ല പൊടിയുണ്ടത് കാരണം എത്ര ഇതാണെന്ന് പറഞ്ഞാലും പൊടി കയറും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അതെ അവിടെയൊക്കെ കുറേ പൊടിയും മണ്ണും ഒക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ട്. അതെല്ലാം അങ്ങോട്ട് ക്ലിയർ ആക്കാൻ നോക്കുകയാണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് തന്നെയാണെങ്കിലും ഞാൻ ആ മണ്ണൊക്കെ വരുന്നത് ഫുൾ അടിച്ചങ്ങ് ക്ലിയർ ആക്കും. ക്ലിയർ ആക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അങ്ങനെ അതിൻ്റെ പൊടിയാണ് എനിക്ക് കയറുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ടൈൽസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലായിടത്തും ഇട്ടില്ലെങ്കിലും നമ്മുടെ ആ ഒരു റൂം മാത്രം അങ്ങനെ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിട്ടില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. കാരണം എനിക്ക് സൈനസ് ഇൻഫെക്ഷൻ ഉള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പൊടി അധികം കൊള്ളാൻ പറ്റത്തില്ല, പ്രശ്നമാകും. അങ്ങനെ പൊടിയും പുകയും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും നോക്കണ്ട, ഭയങ്കര പെയിനായിരിക്കും. അപ്പം ഇത്രയും ചവറും അഴുക്കും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒരുവിധം ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം തളിച്ചിട്ട് അടിക്കാൻ തോന്നിയത് ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് തളിച്ചത്. നല്ല പൊടിയായിരുന്നു. ആ പൊടി അങ്ങ് കയറിയപ്പോൾ എൻ്റെ പൊന്നോ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂക്കിനുള്ളിലേക്ക് എന്തോ എരിപിരി കൊള്ളുന്ന പോലെ കയറി അങ്ങനെ ഇരിക്കുമായിരുന്നു. കുറച്ച് നേരത്തേക്ക് പിന്നെ എനിക്ക് ശ്വാസം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് അത് ഓക്കെ ആയി. പൊടിയെന്ന് പറഞ്ഞാൽ അമ്മാതിരി പൊടിയായിരുന്നു കേട്ടോ. ഇത്രയും പൊടിയുള്ള ഇത് ഞാൻ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ പറയണ്ട. നല്ല രീതിയിൽ പനിയുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോ പോലും എഡിറ്റ് ചെയ്യാൻ പറ്റാതെ ഡ്രാഫ്റ്റിൽ കിടക്കുമായിരുന്നു. എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. വീഡിയോ ഇടാനായിട്ട് കുറേ ലേറ്റ് ആയായിരുന്നു. കുറേ നാളത്തേക്ക് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ലായിരുന്നു. ഇപ്പം വീഡിയോ ഒക്കെ ഇടാനായിട്ടൊരു തോന്നൽ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി ഇരിക്കുവാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം ഒരു ഓക്കെ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. എന്തോ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുന്ന പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്നൊക്കെ വേണം പറയാനായിട്ട്. ഗൈസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ചവറൊക്കെ മുഴുവനുണ്ട്. പേപ്പറുണ്ട്, കവറുണ്ട്, മിഠായി ഉണ്ട്, തക്കുമോൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കുറേ ഉണ്ട് അതിൽ. എല്ലാം അതിലുണ്ട്. പിന്നെ പൈസ വരെ ഉണ്ടായിരുന്നു. ഈ കോയിനൊക്കെ കിട്ടുന്നത് ചില്ലറ കിട്ടുന്നതൊക്കെ അവനെടുത്ത് കട്ടിലിനടിയിലേക്ക് ഇടുക. അവൻ്റെ ഡ്രോയിങ് ബുക്ക് എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്തുണ്ട്. കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കുറേ ചീത്ത പറഞ്ഞു. പകുതി മുക്കാലും കളിപ്പാട്ടമാണ്. അത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നത്. മുഴുവനും തല്ലി പൊളിച്ചിട്ടേക്കുവാണ്. ഒരെണ്ണം പോലും ഇല്ല നല്ലത്. മേടിച്ചു കൊടുക്കുന്നത് മുഴുവനും തല്ലി പൊളിച്ച് ദൂരെ മാറ്റി ഇടും. പിന്നെ എന്നെ കാണാതിരിക്കാൻ വേണ്ടി കട്ടിലിനടിയിലേക്ക് പാത്ത് വെക്കും. അതാണ് അവൻ്റെ പണി. ഞാൻ വഴക്കിടുവല്ലാന്ന് ഓർത്താണ് അവൻ ആ ചെയ്ത് വെച്ച പരിപാടി. അപ്പം അത് കട്ടിൽ പിടിച്ച് മാറ്റിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. അപ്പോൾ ഇനി എന്താ വേറെ കുറേ പിന്നെ അടുത്തത് എന്താ അവൻ്റെ സ്ലൈറ്റ്. ഇതായത് അവൻ്റെ സ്ലൈറ്റാണ് ആ പൊങ്ങി വരുന്നത്. അത് ആ മണ്ണിൻ്റെയും ചവറിൻ്റെയൊക്കെ ഇടയ്ക്ക് പൊങ്ങി വന്നത് ആ സ്ലൈറ്റ്. അതും സ്ലൈറ്റും ഇതുപോലെ തന്നെ തല്ലി ഓടിച്ചിട്ടേക്കുമായിരുന്നു. അത് അംഗനവാടിയിലും എത്തിയായിരുന്നു. പിന്നെ LKGയിലും 2-3 ദിവസം കൊണ്ടുപോയുള്ളത്. കഴിഞ്ഞപ്പോൾ ആവശ്യം വന്നില്ല. ഇനി സ്ലൈറ്റൊക്കെ വേണ്ടല്ലോ, അതൊക്കെ പോയി.
അത് കാരണം അത് മതിയായി. ഇനി ഇത് കട്ടിലൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി പിടിച്ച് വെച്ചേക്കുവാണ്. കട്ടിലൊക്കെ ഒരു പരുവായിരിക്കുവാണ്. കട്ടിലേതാണ്ട് ഒടിയാറായിരിക്കുവാണ്. വേറൊരു കട്ടിലൂടി വാങ്ങിക്കണം. അങ്ങനത്തെ അവസ്ഥയായിരിക്കും. അപ്പോൾ നല്ല ചവറെന്ന് പറഞ്ഞാൽ നല്ല ചവറുണ്ടായിരുന്നു ഗൈസ്. എന്ത് ചെയ്യാനാ. ഞാൻ അല്ലാത്തപ്പോൾ എപ്പോഴും അടിച്ച് വാരുന്നതാണ്. ഞങ്ങൾ 1 മാസം 2 മാസത്തോളം ഇവിടെ ഇല്ലായിരുന്നു. അത് കാരണമാണ് ഇത്രയും ചവറ് അതിൻ്റെ. പിന്നെ ഞാൻ ഓർത്ത് കട്ടിലും കൂടി എടുത്ത് മാറ്റിയിട്ട് ഫുള്ളായിട്ടങ്ങ് ക്ലീൻ ആക്കാം, ഇല്ലെങ്കിൽ പണിയാവും ഓർത്ത് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇവിടെ നല്ല ഇത്രയും കാടും ഇതൊക്കെ പിടിച്ചിരുന്നിട്ട് പണ്ടെങ്ങാണ്ട് ഒരു പാമ്പ് കയറിയിരുന്നു. ഇപ്പോഴല്ല, പണ്ട്. അത് എന്നിട്ട് ഈ വേനൽക്കാലം വന്നിട്ട് ഇവിടെ ഇതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ നിറച്ച് എലിയുണ്ട്. എലി വരും എല്ലാ ദിവസവും. എലി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവിടെ പാമ്പില്ലെന്ന്. കാരണം എലിയുടെ എണ്ണം കൂടിക്കൂടി വരുവാണ്. ഓരോ ദിവസം കൂടുന്തോറും എലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പിനെയൊന്നും ഇവിടെ കാണാനില്ല. പിന്നെ നല്ല വെരുകുണ്ട്. വെരുകുള്ള കാരണം ചിലപ്പോൾ പാമ്പ് പേടിച്ചിട്ടായിരിക്കും വരാത്തത്. ഇവിടെ ഉടുമ്പുണ്ട്. അത് കാരണം അങ്ങനത്തെ പാമ്പിനെയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായെന്ന് വേണം പറയാനായിട്ട്, സത്യം പറഞ്ഞാൽ. പാമ്പിനെ കണ്ടിട്ട് തന്നെ കുറേ ആയിപ്പം. പിന്നെന്താ, പിന്നെ ഒരു ഷാമ്പു കിട്ടി അതിൽ നിന്ന്. ചില്ലറ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടി. കാണാൻ പോയ കുറച്ച് കമ്മലുണ്ടായിരുന്നു. അതൊക്കെ കുഞ്ഞാപ്പി എടുത്ത് അതിൻ്റെ അടിയിലേക്ക് ഇട്ടതാണ്. ഇവൻ എന്ത് സാധനം എടുത്തിട്ട് ഇവൻ എല്ലാം എടുത്ത് പാത്ത് വെക്കും. എല്ലാം ഒടിച്ച് കളയുവാണെങ്കിൽ അവൻ എടുത്ത് പാത്ത് കൊണ്ടിടുന്നതാണ് കട്ടിലിനടിയിൽ. അപ്പോൾ ഞാൻ എടുത്ത് നോക്കിയത്, കട്ടിൽ മാറ്റി നോക്കിയപ്പോൾ കണ്ട്, അല്ലെങ്കിൽ കാണത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ആളവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. വെട്ടത്തിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ പിന്നെയും പിന്നെ ഇടാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം നന്നായിട്ട്. അപ്പം ഇനി ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കൂടുതൽ കമൻറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ക്ലീനിങ് വീഡിയോ തന്നെ സജസ്റ്റ് ചെയ്തിടുന്നത് കേട്ടോ. അപ്പോൾ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനാണെങ്കിലും വേറെ വീഡിയോസ് ഇട്ടിട്ട് വ്യൂസ് ഇല്ല. നമ്മുടെ ക്ലീനിങ് വീഡിയോ കണ്ടാണ് നമ്മുടെ ആൾക്കാർ നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. പിന്നെന്താ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള മണ്ണാണ്. അവിടെ നിൽക്കാം, ഇപ്പോൾ വരാം. ഫൈനൽ നമ്മുടെ മണ്ണൊക്കെ അങ്ങോട്ട് തൂത്ത് വാരുന്ന ഒരിതിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അങ്ങ് തൂത്ത് വാരി എടുക്കുവാണ്. അത് വാരി എടുത്തപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമെൻറ്റ് തിണ്ണയുടെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഇത് കാണുന്നത്. ആദ്യം ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ തന്നെയുള്ള ഒരു വൃത്തി കിട്ടിയത്. അതിന് മുമ്പ് ഭയങ്കരമായിട്ട് മണ്ണും ഇതൊക്കെ കൂടി കിടക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിരിക്കുമായിരുന്നു. ഇപ്പം ഏതാണ്ട് ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ അടിച്ച് വാരി കഴിഞ്ഞിട്ട് ഞാനൊരു കിടപ്പുണ്ടായിരുന്നു, എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. പിന്നെ കട്ടിലൊക്കെ പിടിച്ചിരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇട്ടതൊക്കെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു, തീരെ വയ്യാതായിപ്പോയി. ആ ഒരു പരുവത്തിനായിപ്പോയി ഞാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തോരം ഇത് ഈ വൃത്തിയായിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കണേ. ഞാൻ ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട്, സത്യം പറയാം, നമ്മൾ ഇതുപോലെ തന്നെ കഷ്ടപ്പെടുന്നതാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ദേ നോക്ക്, ഫൈനലി നമ്മുടെ തിണ്ണയുടെ ഒരവസ്ഥയാണ്. ആദ്യത്തെ തിണ്ണയല്ല ഇപ്പം. അടിച്ചടിച്ചുള്ള പൊടിയും മണ്ണും ഒക്കെ ഞാൻ എൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.